സ്ത്രീ പ്രസവിച്ച മനുഷ്യന് ജീവിച്ചിരിക്കാനുള്ള കാലം അല്പവും അരിഷ്ടത കൊണ്ട് നിർമ്മിതമായിരിക്കുന്നു. അവൻ പോലെ ഉണ്ടായി പൊഴിഞ്ഞു പോകുന്നു, ഒരു നിഴൽ പോലെ ഓടിപ്പോകുന്നു, ഒരു സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നതുമില്ല. ജീവനോടിരിക്കുമ്പോഴും ഞങ്ങൾ മരണത്തിലിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ന്യായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്ന് സഹായം അന്വേഷിക്കേണ്ടു? എങ്കിലും മഹാപരിശുദ്ധ ദൈവമാകുന്ന കർത്താവേ, മഹാശക്തിയുടെ കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയുടെ രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പായ വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. കർത്താവേ, നിങ്ങളുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചു കളയരുതേ. എന്നാൽ ഞങ്ങളുടെ കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുടെ ദൈവമേ, പരിശുദ്ധയും കരുണയുള്ള രക്ഷിതാവേ, മഹായോഗ്യനും നിത്യനുമായ കർത്താവേ, ഞങ്ങളുടെ അന്ത്യനാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദനകളും നിങ്ങൾ പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. കല്ലറ നമുക്ക് പ്രാർത്ഥിച്ച് ശുദ്ധീകരിക്കാം. ശവക്കല്ലറുടെ വിശ്രമത്താൽ ശവക്കുഴിയെ തന്റെ ജനങ്ങളെ പ്രത്യാശയുടെ കിടക്കിയായി ശുദ്ധീകരിച്ച കർത്താവായ യേശുക്രിസ്തുവേ, പുനരുത്ഥാനം ജീവനുമായിരിക്കുന്നതിൽ ഈ പ്രിയദാസി സ്വസ്ഥത അനുഭവിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി പ്രിയദാസിയുടെ ശരീരത്തിന് വിശ്രമ സ്ഥലമായി തീരുവാൻ കൃപയറിയണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ മുഖം മൂടാവുന്നതാണ്, പെട്ടി അടയ്ക്കാവുന്നത്. മരിച്ചുപോയി നമ്മുടെ പ്രിയ മാതാവിന്റെ ആത്മാവിനെ തന്റെ അടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തന്നെ മഹാകരുണയുണ്ട് ഇഷ്ടം തോന്നിയിരിക്കുക. സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു മെശിഹാ മൂലം നിത്യജീവങ്കിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള നിശ്ചയം ഉറപ്പുള്ള പ്രത്യാശയോടും കൂടി നാം ഈ പ്രിയ മാതാവിന്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. സർവശക്തിയുള്ള പിതാവായ
വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വപിതാവിൽ ജനിക്കപ്പെട്ടവൻ. ആകാശം സകലവും സകലവും വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ ജ്ഞാനശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ സകല സുഹൃതവും ദൈവഭക്തിയുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ നൽകണമേ. സകല മനുഷ്യരുടെയും പിതാവായ നിത്യദൈവമേ, സർവ്വലോകത്തിന്റെയും ആവശ്യങ്ങളെ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും, ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്ങളിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ ശക്തി നിങ്ങളെ അവന്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. സർവീസ് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള നന്ദി കുടുംബങ്ങളുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ദീർഘയാത്ര ചെയ്ത് വന്നതായ പൗലോസച്ചനുള്ള പ്രത്യേക കൃതജ്ഞത കുടുംബത്തിൻ്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ചെറിയ റിഫ്രഷ്മെൻറ്റ്സ് നമ്മളുടെ പാരിഷ് ഹോളിന് മുൻപിലായിട്ട് കുടുംബാംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കും. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.
ആക്കാനുണ്ട് എന്തോന്നു കുഴപ്പമില്ല സക്കരം